എല്ലാവർക്കും നമസ്കാരം. മെഷീൻ ഓപ്പറേറ്റർ അസിസ്റ്റന്റ് പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് എന്ന ജോബ് റോളിന്റെ 2ാം വർഷത്തിലെ 4ാമത്തെ ഓൺലൈൻ പഠന ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എക്സ്ട്രൂഷനെ കുറിച്ചാണ് പഠിച്ചത്. എക്സ്ട്രൂഷൻ ഉപയോഗിച്ച് പൈപ്പ്, ഹോസ്, കേബിളുകൾ, ഫിലിമുകൾ, ഷീറ്റുകൾ മുതലായ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആരംഭിക്കുകയാണ്, ബ്ലോ മോൾഡിംഗ്. ബ്ലോ മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഉള്ള് പൊള്ളയായിട്ടുള്ള കുപ്പി, കന്നാസ് മുതലായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയയാണ്. ഡിറ്റർജൻറ്റ് ബോട്ടിലുകൾ, വെളിച്ചെണ്ണയുടെ ബോട്ടിലുകൾ, മരുന്നിൻ്റെ ബോട്ടിലുകൾ, ഷാംപൂ ബോട്ടിലുകൾ, സാനിറ്റൈസർ ബോട്ടിലുകൾ, സ്പ്രേയർ, സോസിൻ്റെ ബോട്ടിലുകൾ, ചെറിയ ഇങ്ക് ബോട്ടിലുകൾ, ഹോമിയോ മരുന്നിൻ്റെ ബോട്ടിലുകൾ എന്നിങ്ങനെ ഒട്ടേറെ ലിക്വിഡ് രൂപത്തിലുള്ള വസ്തുക്കൾ പാക്ക് ചെയ്യാനുള്ള ബോട്ടിലുകൾ ബ്ലോ മോൾഡിംഗ് രീതിയിലാണ് നിർമ്മിക്കുന്നത്. അതുപോലെ വലിയ പ്രോഡക്റ്റുകളായിട്ടുള്ള കന്നാസ്, 200 ലിറ്ററിൻ്റെ ഡ്രം, വാട്ടർ ടാങ്കുകൾ മുതലായവയും ബ്ലോ മോൾഡിംഗ് രീതിയിൽ നിർമ്മിക്കാറുണ്ട്. ബ്ലോ മോൾഡിംഗ് രീതിയിൽ ആദ്യം പ്ലാസ്റ്റിക്കിനെ ഉരുക്കി ഒരു ട്യൂബിൻ്റെ രൂപത്തിലാക്കി എടുക്കുന്നു. എന്നിട്ട് ചൂടോടുകൂടി തന്നെ ഈ ട്യൂബിനെ ഒരു ബോട്ടിലിൻ്റെയോ അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റാണോ വേണ്ടത് ആ പ്രോഡക്റ്റിൻ്റെ മോൾഡിനകത്തേക്ക് വെക്കുന്നു. എന്നിട്ട് ഈ ട്യൂബിനകത്തേക്ക് വായു അടിച്ചു കയറ്റി ഈ ട്യൂബിനെ ബ്ലോ ചെയ്ത് വികസിപ്പിച്ച് ആ ബോട്ടിലിൻ്റെ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുന്നു. പ്ലാസ്റ്റിക് തണുത്ത് സെറ്റ് ആയതിനു ശേഷം മോൾഡ് തുറന്ന് പ്രോഡക്റ്റ് പുറത്തെടുക്കുന്നു. ബ്ലോ മോൾഡിംഗ് പ്രധാനമായിട്ടും 4 തരത്തിലുണ്ട്. എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിങ്, ഇഞ്ചക്ഷൻ ബ്ലോ മോൾഡിങ്, ഇഞ്ചക്ഷൻ സ്ട്രെച്ച് ബ്ലോ മോൾഡിങ്, മൾട്ടി ലെയർ ബ്ലോ മോൾഡിങ്. ആദ്യം നമുക്ക് എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിങ്ങിൽ പ്ലാസ്റ്റിക്കിനെ ട്യൂബ് പോലെ ആക്കിയെടുക്കുന്നതിന് എക്സ്ട്രൂഷൻ രീതിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു എക്സ്ട്രൂഡർ ഉപയോഗിച്ച് പ്ലാസ്റ്റിക്കിനെ ഒരു ഡൈയിലൂടെ ട്യൂബ് പോലെ എക്സ്ട്രൂഡ് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നു. ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്ത് വരുന്ന ട്യൂബിനെ പാരിസൺ എന്നാണ് വിളിക്കുന്നത്. എക്സ്ട്രൂഡ് ചെയ്ത് വരുന്ന ഈ പാരിസൺ നമ്മളൊരു സ്പ്ലിറ്റ് ബ്ലോ മോൾഡിനകത്തേക്കാണ് വെക്കുന്നത്. മോൾഡ് തുറന്നായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് പാരിസൺ മോൾഡിനകത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്ത് കൊണ്ടുവരുന്നു. മോൾഡിൻ്റെ ഫുൾ ലെങ്ത്തിലുള്ള പാരിസൺ എത്തിക്കഴിയുമ്പോൾ മോൾഡ് അടയ്ക്കുന്നു. മോൾഡ് അടയ്ക്കുമ്പോൾ പാരിസണിൻ്റെ താഴത്തെ ഭാഗം മോൾഡിൻ്റെ 2 ഹാഫിൻ്റെയും ഇടയിൽ പെട്ടിട്ട് അമങ്ങി ജോയിൻ്റ് ആയിട്ട് സീലാകുന്നു. ഓപ്പൺ ആയിട്ടുള്ള മുകൾ വശത്ത് നിന്നും കംപ്രസ്ഡ് എയർ ഈ പാരിസൺ അകത്തേക്ക് ബ്ലോ ചെയ്യുന്നു. അപ്പോൾ പാരിസൺ വികസിച്ച് മോൾഡിൻ്റെ ഇന്നർ ക്യാവിറ്റിയുടെ ഷേപ്പിലേക്ക് വരുന്നു. തണുത്തതിന് ശേഷം മോൾഡ് തുറന്ന് പുറത്തെടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ താഴത്തെ വശത്തായിട്ട് ഈ സീലായ ഭാഗത്തിൻ്റെ ഒരു ശകലം ഫ്ലാഷ് പോലെ നീണ്ടു നിൽപ്പുണ്ടായിരിക്കും. അതിന് നമ്മൾ പിഞ്ച് ഓഫ് എന്നാണ് പറയുക. അത് നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. അതുപോലെ മുകളിലത്തെ വശത്തും സ്വല്പം എക്സ്ട്രാ മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അതും നമ്മൾ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നു. ഇനി നമുക്കൊരു ബ്ലോ മോൾഡിംഗ് ഓപ്പറേഷൻ കാണാം. ഒരു എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിംഗ് പ്രോസസ്സാണ് ഈ കാണുന്നത്. മുകളിലാണ് എക്സ്ട്രൂഡർ വെച്ചിട്ടുള്ളത്. എക്സ്ട്രൂഡർ പ്ലാസ്റ്റിക്കിനെ ഒരു ട്യൂബ് പോലെ എക്സ്ട്രൂഡ് ചെയ്തെടുക്കുകയാണ്. ഈ ട്യൂബിനെയാണ് പാരിസൺ എന്ന് പറയുന്നത്. ഈ ട്യൂബ് ആവശ്യത്തിന് ലെങ്ത്തിൽ എക്സ്ട്രൂഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബ്ലോ മോൾഡ് വന്നിട്ട് ആ മോൾഡിനകത്തേക്ക് ഈ ട്യൂബ് വെച്ചിട്ട് അടയ്ക്കുന്നു. അടച്ചു കഴിയുമ്പോൾ അപ്പോൾ തന്നെ ആ പാരിസൺ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ മോൾഡിനെ അടുത്ത ഒരു സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് ആ ബ്ലോ പിൻ ഉപയോഗിച്ചിട്ട് എയർ അടിച്ച് കയറ്റി അതിനെ വികസിപ്പിക്കുന്നത്. ഈ സമയത്ത് എക്സ്ട്രൂഡർ അടുത്ത പാരിസൺ എക്സ്ട്രൂഡ് ചെയ്തുകൊണ്ടിരിക്കും. 2ാമത്തെ പാരിസൺ മോൾഡിനകത്താക്കി ബ്ലോ സ്റ്റേഷനിലേക്ക് വന്നു. ബ്ലോ പിൻ ഉപയോഗിച്ചിട്ട് എയർ അടിച്ച് നിറയ്ക്കുന്നു. ആ സമയത്ത് എക്സ്ട്രൂഡർ അടുത്ത പാരിസൺ എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഇവിടെ വികസിച്ച് തണുത്തതിന് ശേഷം മോൾഡ് തുറന്ന് പ്രോഡക്റ്റ് താഴോട്ടിടുന്നു. മോൾഡ് അടുത്ത പാരിസണിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും പഴയ സ്റ്റേഷനിലേക്ക് പോകുന്നു. ഈ മോൾഡ് അടഞ്ഞു കഴിയുമ്പോൾ താഴത്തെ ഭാഗം സീലാവും. അവിടെ ഒരു കുറച്ച് എക്സസ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അതിനെയാണ് പിഞ്ച് ഓഫ് എന്ന് പറയുന്നത്. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. ഈ കാണുന്നതാണ് അതിൻ്റെ പിഞ്ച് ഓഫ്. ഇത് കട്ട് ചെയ്ത് മാറ്റണം. അതുപോലെ മുകളിലും കുറച്ച് എക്സസ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അത് നമുക്ക് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യേണ്ടി വരും. എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിംഗ് വഴി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് താഴെ ആ പിഞ്ച് ഓഫ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കട്ട് ചെയ്തതിൻ്റെ ഒരു പാട്, അതായത് ഫുൾ ലെങ്ത്തിൽ ഇങ്ങനെ ഒരു മാർക്ക് കാണും. അപ്പോൾ ഇത് കണ്ടാൽ നമുക്കറിയാം ഇത് എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിംഗ് വഴി നിർമ്മിച്ചിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇനി മറ്റ് ബ്ലോ മോൾഡിംഗ് രീതിയിൽ
അതായത് ഇഞ്ചക്ഷൻ ബ്ലോ മോൾഡിംഗ് രീതിയിൽ നിർമ്മിച്ചെടുത്ത ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ താഴെ ഒരു മൊട്ട് പോലുള്ള ഡിസൈനാണ് കാണുക. ഇത് ഇഞ്ചെക്ട് ചെയ്തതിൻ്റെ പാടാണ്. അപ്പോൾ ആ ഒരു ഡിസൈനാണ് താഴെ കാണുക. ഇങ്ങനെ നമുക്ക് ഇഞ്ചക്ഷൻ ബ്ലോ മോൾഡിംഗ് ആണോ എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിംഗ് ആണോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ പിടിയുള്ള പ്രോഡക്റ്റുകൾ, ഇങ്ങനത്തെ ഹാൻഡിലുള്ള പ്രോഡക്റ്റുകൾ, കന്നാസുകൾ, ഇത് വേറൊരു ഡിസൈനുള്ള ഹാൻഡിലാണ്. ഇങ്ങനെയുള്ള ഹാൻഡിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിംഗ് രീതിയിൽ മാത്രമേ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിങ്ങിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രോഡക്റ്റുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 2 തരത്തിലുള്ള സിസ്റ്റങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ഷട്ടിൽ ടൈപ്പ് ബ്ലോ മോൾഡിംഗ് മെഷീൻ, രണ്ടാമത്തേത് റോട്ടറി ടൈപ്പ് ബ്ലോ മോൾഡിംഗ് മെഷീൻ. ഷട്ടിൽ ടൈപ്പാണ് നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിലുള്ളത്. പക്ഷെ അതിൽ ഒരു മോൾഡേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. സാധാരണ ഷട്ടിൽ ടൈപ്പിൽ ഒന്നിലധികം മോൾഡുകൾ ഉപയോഗിക്കുകയും പാരിസൺ എക്സ്ട്രൂഡ് ചെയ്ത് വരുമ്പോൾ അത് ഒരു മോൾഡിലേക്ക് വെക്കുകയും ആ മോൾഡ് അടച്ചതിന് ശേഷം ആ പാരിസൺ കട്ട് ചെയ്തിട്ട് അത് അടുത്ത സ്റ്റേഷനിലേക്ക് മാറ്റുന്നു. എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ബ്ലോ ചെയ്യുന്നത്. ഈ സമയത്ത് അടുത്ത പാരിസൺ എക്സ്ട്രൂഡ് ചെയ്യുകയും അതിന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു ബ്ലോ മോൾഡ് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 2 മോൾഡുകൾ ഉപയോഗിക്കുമ്പോൾ കുറേ കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ സാധിക്കും. ഇനി റോട്ടറി ടൈപ്പിൽ 2ലധികം മോൾഡുകൾ വരെ ഉപയോഗിക്കും. അതായത് ഒരു മോൾഡിലേക്ക് പാരിസൺ എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ മറ്റൊരു മോൾഡ് ബ്ലോ ചെയ്യാനും വേറൊരു മോൾഡ് കൂളിംഗ് സ്റ്റേഷനിലും വേറൊരു മോൾഡ് തുറന്ന് എജക്റ്റ് ചെയ്യുന്ന സ്റ്റേഷനിലും, അങ്ങനെ 4 മോൾഡൊക്കെ ഒന്നിച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് റോട്ടറി ടൈപ്പ്. അത് വളരെ ഫാസ്റ്റായിട്ട് പ്രൊഡക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഷട്ടിൽ ടൈപ്പ് ബ്ലോ മോൾഡിംഗ് മെഷീനാണ്. ഇതിലിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ബോൾ ഐസ്ക്രീമിൻ്റെ ബോളാണ്. വളരെ ചെറിയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരേ സമയം നമുക്ക് 2 പാരിസൺ എക്സ്ട്രൂഡ് ചെയ്തെടുക്കാം. 2 സെറ്റ് മോൾഡ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ നടുക്കൂടിയാണ് പാരിസൺ എക്സ്ട്രൂഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 സൈഡിലായിട്ട് 2 സെറ്റ് മോൾഡുകളും ഉണ്ട്. അപ്പോൾ നടുക്ക് പാരിസൺ എക്സ്ട്രൂഡ് ചെയ്ത് വരുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരു മോൾഡ് വന്നിട്ട് ആ 2 പാരിസനെ ക്യാച്ച് ചെയ്തിട്ട് ആ സൈഡിലുള്ള ബ്ലോയിങ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഈ സമയത്ത് രണ്ടാമത്തെ പാരിസൺ എക്സ്ട്രൂഡ് ചെയ്ത് വരുന്നു. ഇപ്പുറത്തുനിന്ന് അടുത്ത മോൾഡ് വന്നിട്ട് അതിനെ ക്യാച്ച് ചെയ്തിട്ട് ഇപ്പുറത്തെ ബ്ലോയിങ് സ്റ്റേഷനിലേക്ക് വരുന്നു, ബ്ലോ ചെയ്യുന്നു. ആ സമയത്ത് അടുത്ത പാരിസൺ വരുന്നു, അതിന് അപ്പുറത്തെ സൈഡിലെ മോൾഡ് വന്നിട്ട് ക്യാച്ച് ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് കുറേ കൂടി ഫാസ്റ്റായിട്ടുള്ള പ്രൊഡക്ഷൻ എടുക്കാൻ സാധിക്കും. വളരെ വലിയ പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകൾ ബ്ലോ മോൾഡിംഗ് വഴി നിർമ്മിക്കുമ്പോൾ പാരിസൺ വളരെ വലുതായിരിക്കും. അപ്പോൾ അത്രയും വലിയ പാരിസൺ എക്സ്ട്രൂഡ് ചെയ്ത് നിർമ്മിക്കാനായിട്ട് കുറേ സമയമെടുക്കും. അപ്പോൾ ഈ പാരിസൺ എക്സ്ട്രൂഡ് ചെയ്ത് വരുമ്പോൾ അത് അപ്പോഴും മെൽറ്റ് സ്റ്റേജിലായിരിക്കും. അപ്പോൾ ഗ്രാവിറ്റി കാരണം ഈ പാരിസൺ സാഗ് ചെയ്തിട്ട് അതിൽ തിക്നെസ് വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. അതായത് മുകളിൽ തിക്നെസ് കുറവും താഴെ തിക്നെസ് കൂടിയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ഇൻ്റർമീഡിയറ്റ് ബ്ലോ മോൾഡിംഗ് രീതികൾ ഉപയോഗിക്കും. ഒന്ന് റെസിപ്രോക്കേറ്റിംഗ് സ്ക്രൂ എക്സ്ട്രൂഡർ ഉപയോഗിക്കും. രണ്ടാമത്തേത് അക്യൂമുലേറ്റർ ഹെഡ് മെത്തേഡ് ഉപയോഗിക്കും. റെസിപ്രോക്കേറ്റിംഗ് സ്ക്രൂ എക്സ്ട്രൂഡറിൽ എക്സ്ട്രൂഡറിൻ്റെ സ്ക്രൂ മുന്നോട്ടും പുറകോട്ടും നീങ്ങുന്നതായിരിക്കും. അപ്പോൾ പ്ലാസ്റ്റിക് മെൽറ്റ് ചെയ്തിട്ട് സ്ക്രൂവിൻ്റെ മുന്നിൽ വരുമ്പോൾ ഇഞ്ചക്ഷൻ മോൾഡിങ്ങിലേതുപോലെ സ്ക്രൂ പുറകിലേക്ക് റിട്രാക്ട് ചെയ്തുകൊണ്ട് ഇരിക്കും. അപ്പോൾ ഒരു പാരിസൺ എക്സ്ട്രൂഡ് ചെയ്യാൻ ആവശ്യമുള്ള അത്രയും മെറ്റീരിയൽ സ്ക്രൂവിൻ്റെ മുന്നിലെത്തിക്കഴിയുമ്പോൾ സ്ക്രൂ മുന്നോട്ട് തള്ളിയിട്ട് അതിനെ എക്സ്ട്രൂഡ് ചെയ്യും. അപ്പോൾ സ്ക്രൂ കറങ്ങിക്കൊണ്ട് പയ്യെ പാരിസൺ എക്സ്ട്രൂഡ് ചെയ്യുന്നതിനേക്കാളും വളരെ വേഗത്തിൽ പാരിസൺ എക്സ്ട്രൂഡ് ചെയ്ത് പുറത്തേക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പാരിസൺ സാഗിൻ്റെ പ്രശ്നങ്ങൾ കുറേയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. മറ്റൊരു മെത്തേഡാണ് അക്യൂമുലേറ്റർ ഹെഡ് മെത്തേഡ്. അക്യൂമുലേറ്റർ ഹെഡ് മെത്തേഡിൽ വളരെ വലിയ പ്രോഡക്റ്റുകൾ, അതായത് 100 ലിറ്ററിന് മേലേക്കുള്ള പ്രോഡക്റ്റുകൾക്കാണ് അക്യൂമുലേറ്റർ ഹെഡ് മെത്തേഡ് ഉപയോഗിക്കുക. അപ്പോൾ അതിൽ ഒന്നിലധികം എക്സ്ട്രൂഡർ വരെ ഉപയോഗിക്കാം. അപ്പോൾ 4 എക്സ്ട്രൂഡർ വരെയൊക്കെ ഉപയോഗിച്ചിട്ട് 4 എക്സ്ട്രൂഡറിൽ നിന്ന് മെറ്റീരിയൽ ഒന്നിച്ച് എക്സ്ട്രൂഡ് ചെയ്ത് ഒരു കോമൺ അക്യൂമുലേറ്റർ ഹെഡിനകത്തേക്ക് വരുന്നു. അവിടെ നിന്ന് ഒരു പിസ്റ്റൺ ഉപയോഗിച്ചിട്ട് ഇതിനെ പാരിസണാക്കി എക്സ്ട്രൂഡ് ചെയ്തെടുക്കുന്നു. ബ്ലോ മോൾഡിംഗ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാരിസൻ്റെ വാൾ തിക്നെസ് നിയന്ത്രിക്കുക എന്നുള്ളത്. ഈ പ്രോഡക്റ്റ് ഞാൻ ചെന്ന കമ്പനിയിൽ അവരത് സ്ക്രാപ്പ് ചെയ്യാനിട്ടേക്കാണ്. ഇത് ഡിഫക്റ്റീവ് പ്രോഡക്റ്റാണ്, നമുക്ക് കണ്ടാൽ ഒന്നും തോന്നില്ല. പക്ഷേ ഇത് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വാൾ തിക്നെസ് യൂണിഫോം അല്ല. ചില സ്ഥലത്ത് നമുക്ക് പിടിച്ച് ഞെക്കുമ്പോൾ അറിയാം അവിടെ വാൾ തിക്നെസ് കുറവാണെന്നുള്ളത്. അപ്പോൾ യൂണിഫോം വാൾ തിക്നെസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് സ്ക്രാപ്പ് ചെയ്യാനിട്ടേക്കുന്നത്. അപ്പോൾ അത്തരം ഡിഫക്റ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പാരിസൺ കറക്റ്റ് വാൾ തിക്നെസ്സിൽ വേണം എക്സ്ട്രൂഡ് ചെയ്യാനായിട്ട്. യൂണിഫോം വാൾ തിക്നെസ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ സാധാരണ പാരിസൻ്റെ വാൾ തിക്നെസ്സും യൂണിഫോം ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ ഡൈ എന്ന് പറയുമ്പോഴത്തേക്കും ഡൈക്ക് ഒരു ഔട്ടർ ഡൈ ഉണ്ടായിരിക്കും, ഇന്നറായിട്ട് ഒരു മാൻഡ്രലും ഉണ്ടായിരിക്കും.
അപ്പോൾ ഈ മാൻഡറിൽ കൃത്യമായിട്ട് ഡൈയുടെ സെൻറ്ററിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഡൈയുടെ ചുറ്റും നമുക്ക് കുറച്ച് ആലൻ കീ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ബോൾട്ടുകൾ തിരിച്ചുകൊണ്ട് നമുക്ക് ഈ മാൻഡറിൻ്റെ കോൺസെൻട്രിസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പാരിസണിൻ്റെ തിക്നെസ് ഏതെങ്കിലും ഒരു വശത്ത് കൂടിപ്പോവുകയാണെങ്കിൽ ആ പാരിസൺ മറുവശത്തേക്ക് വളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എക്സ്ട്രൂഡ് ചെയ്ത് വരുന്ന പാരിസണിന് എന്തെങ്കിലും വളവ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഡൈയുടെ കോൺസെൻട്രിസിറ്റി ശരിയല്ലെന്നും. അപ്പോൾ നമുക്ക് ഡൈ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും കറക്റ്റ് ചെയ്തിട്ട് ശരിയായ പാരിസൺ എക്സ്ട്രൂഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിങ്ങിൽ സാധാരണ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള എക്സ്ട്രൂഷൻ ഡൈകളെ പരിചയപ്പെടാം. 2 തരത്തിലുള്ള എക്സ്ട്രൂഷൻ ഡൈകളാണ് സാധാരണ എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ഡൈവേർജൻ ടൈപ്പ് ഡൈയും രണ്ടാമത്തേത് കൺവേർജൻ ടൈപ്പ് ഡൈയും. എക്സ്ട്രൂഷൻ ഡൈക്ക് സാധാരണ ഒരു ഔട്ടർ ബുഷിങ്ങും ഉള്ളിലൊരു മാൻഡറിലുമാണ് ഉണ്ടാവുക. ഈ മാൻഡറിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടാണ് കൺവേർജൻ ഡൈ ആണോ ഡൈവേർജൻ ഡൈ ആണോ എന്ന് പറയുന്നത്. ഡൈവേർജൻ ഡൈ ആണെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ മാൻഡറിൽ അറ്റം എത്താറാകുമ്പോഴത്തേക്കും ഡയമീറ്റർ ഗ്രാജുവലായിട്ട് കൂടിയിട്ട് പുറത്തേക്ക് വികസിച്ച് വണ്ണം കൂടി വരുന്നു. കൺവേർജൻ ഡൈ ആണെങ്കിൽ നേരെ തിരിച്ച് മാൻഡറിൻ്റെ അറ്റം എത്താറാകുമ്പോഴത്തേക്കും മാൻഡറിൻ്റെ വണ്ണം കുറഞ്ഞ് കൂർത്തു വരുന്നു. അപ്പോൾ ഈ ഡൈവേർജൻ ഡൈയിൽ നമുക്ക് ഈ മാൻഡറിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വിവിധ തിക്നെസ്സിലുള്ള പാരിസൺ എക്സ്ട്രൂഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ മാൻഡറിൽ മുകളിലേക്ക് ഉയർത്തുകയാണെങ്കിൽ ഈ ഡൈ ബുഷിങ്ങും മാൻഡറിൻ്റെ ഇടയിലുള്ള സ്പേസ് കുറയുകയും കനം കുറഞ്ഞ പാരിസൺ ലഭിക്കുകയും ചെയ്യും. ഇനി നമുക്ക് കനം കൂടിയ പാരിസൺ വേണമെന്നുണ്ടെങ്കിൽ ഈ മാൻഡറിൽ താഴോട്ട് താത്തിയാൽ ഈ ഡൈ ബുഷിൻ്റെയും മാൻഡറിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കൂടുകയും കൂടുതൽ തിക്നെസ് ഉള്ള പാരിസൺ എക്സ്ട്രൂഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കൺവേർജൻ ഡൈയിൽ നമുക്ക് നേരെ തിരിച്ചാണ്. നമുക്ക് കൂടുതൽ തിക്നെസ് ഉള്ള പാരിസൺ ആണ് വേണ്ടതെങ്കിൽ ഈ മാൻഡറിൽ മുകളിലേക്ക് ഉയർത്തുകയും തിക്നെസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മാൻഡറിൽ താഴോട്ട് താത്തുകയും ചെയ്യും. മാൻഡറിൽ താഴോട്ട് താത്തുമ്പോൾ ഈ മാൻഡറിൻ്റെയും ഡൈബുഷിൻ്റെ ഇടയിലുള്ള സ്പേസ് കുറയുകയും കനം കുറഞ്ഞ പാരിസൺ എക്സ്ട്രൂഡ് ചെയ്ത് വരികയും ചെയ്യും. ഇനി നമുക്ക് ഒരു പ്രോഡക്റ്റിൽ തന്നെ പല സ്ഥലത്ത് പല തിക്നെസ് ആണെങ്കിൽ, ഉദാഹരണമായിട്ട് ഇതൊരു ഉജാലയുടെ ബോട്ടിലാണ്. നമുക്ക് മുകളിൽ വണ്ണം കുറവും താഴേക്ക് വരുമ്പോൾ വണ്ണം കൂടുതലുമാണ്. അപ്പോൾ നമ്മൾ ഒരേ തിക്നെസ് ഉള്ള പാരിസൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വികസിച്ച് വരുമ്പോൾ ഇവിടെ വാൾ തിക്നെസ് കൂടുതലും ഇവിടെ വാൾ തിക്നെസ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്തരം പ്രോഡക്റ്റുകളിൽ എല്ലായിടത്തും ഒരേ തിക്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാരിസണിൻ്റെ തിക്നെസ്സിനെ ഒന്ന് പ്രോഗ്രാം ചെയ്യേണ്ടി വരും. ഇത്തരം ചെറിയ പ്രോഡക്റ്റുകളിൽ അങ്ങനെ ചെയ്യാറില്ല. കാരണം നമുക്ക് ഈ ചെറിയൊരു പാരിസൺ എക്സ്ട്രൂഡ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് പ്രോഗ്രാം ചെയ്തിട്ട് അതിൻ്റെ തിക്നെസ്സിൽ വേരിയേഷൻസ് വരുത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മളൊരു വലിയ പ്രോഡക്റ്റ് ആണെങ്കിൽ ആ വലിയ പ്രോഡക്റ്റിന് പല ഭാഗത്ത് പല വലുപ്പമാണെങ്കിൽ നമുക്ക് പാരിസണിൻ്റെ തിക്നെസ്സിനെ പ്രോഗ്രാം ചെയ്തുകൊണ്ട് യൂണിഫോം വാൾ തിക്നെസ് ഉള്ള ഒരു പ്രോഡക്റ്റ് ബ്ലോ മോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും. പാരിസൺ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ലൈവായിട്ട് ഈ മാൻഡറിൽ, അതായത് ഒരു ഡൈവേർജൻ ഡൈ ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്, ഈ മാൻഡറിൻ്റെ പൊസിഷൻ ലൈവായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് വാൾ തിക്നെസ് ഉള്ള ഒരു പാരിസൺ എക്സ്ട്രൂഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ താഴോട്ട് വന്നിട്ടുള്ള പാരിസൺ കാണുമ്പോൾ അറിയാം അതിൻ്റെ പല ഭാഗത്തും തിക്നെസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ മാൻഡറിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പാരിസണിൽ തന്നെ ഡിഫറെൻറ്റ് വാൾ തിക്നെസ് ഉള്ള പോർഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് പാരിസൺ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ വാൾ തിക്നെസ് ആയിട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ബ്ലോ മോൾഡ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിങ്ങിൽ ഉപയോഗിക്കുന്ന ബ്ലോ മോൾഡുകൾ സാധാരണ വളരെ സിമ്പിൾ കൺസ്ട്രക്ഷനുള്ള മോൾഡുകളാണ്. സാധാരണ മോൾഡുകൾ നേർപകുതിയായിട്ടുള്ള 2 ഹാഫായിട്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക. ബ്ലോ മോൾഡിങ്ങിൽ ഇഞ്ചക്ഷൻ മോൾഡിങ്ങിലേതുപോലെ വളരെ ഹൈ പ്രഷർ ഒന്നും വിസ്റ്റാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സാധാരണ നമ്മൾ അലൂമിനിയം അലോയ് ഉപയോഗിച്ചിട്ടാണ് ബ്ലോ മോൾഡുകൾ നിർമ്മിക്കുക. അലൂമിനിയത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, 2 ലോ കോസ്റ്റ് ആയിരിക്കും, പിന്നെ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ വളരെ വേഗത്തിൽ സാധിക്കുകയും ചെയ്യും. ഇനി ഇഞ്ചക്ഷൻ മോൾഡിങ്ങിലേതുപോലെ മോൾഡിൻ്റെ ഉൾവശം നന്നായിട്ട് പോളിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നന്നായിട്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിലുകളൊക്കെ ഉള്ളിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്ര നന്നായിട്ട് പോളിഷ്ഡ് ആയിട്ടുള്ള മോൾഡുകളായിരിക്കില്ല ബ്ലോ മോൾഡിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡ് ചെയ്യുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നും നോക്കാം. ഒന്ന്, പാരിസൺ ടു ലോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരിസണിൻ്റെ നീളം വളരെ കൂടിപ്പോകും.
ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ടെമ്പറേച്ചർ കൂടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രൂഡറിൻ്റെ സ്പീഡ് കൂടിയിട്ടായിരിക്കാം. അപ്പോൾ നമ്മൾ എക്സ്ട്രൂഡറിൻ്റെ ബാരൽ ടെമ്പറേച്ചർ, ഡൈ ഹെഡിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക. അത് കൂടുതലാണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി എക്സ്ട്രൂഷൻ്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ സ്ക്രൂ സ്പീഡ് കുറയ്ക്കുക. രണ്ടാമത്തേത് പാരിസൺ ടു ഷോർട്ട്, അതായത് പാരിസൺ വളരെ ചെറുതായിരിക്കും. ഇതിൻ്റെ കാരണം ഒന്നുകിൽ എക്സ്ട്രൂഷൻ്റെ സ്പീഡ് കുറവ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക. ടെമ്പറേച്ചർ കുറവാണെങ്കിൽ അത് കൂട്ടി കൊടുക്കുക, ഇല്ലെങ്കിൽ മെഷീൻ്റെ സ്പീഡാണ് കുറവെങ്കിൽ മെഷീൻ്റെ സ്പീഡ് കൂട്ടുക. മൂന്നാമത്തേത് പാരിസൺ ഡയമീറ്റർ ടു ലാർജ്. ഇത് നമ്മുടെ ഡൈയുടെ സെലക്ഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ വരാം. അതല്ലെന്നുണ്ടെങ്കിൽ ഡൈസോൾഡ് കാരണം പാരിസൺ ഡയമീറ്റർ കൂടി വരാം. നാലാമത്തേത് പാരിസൺ ഡയമീറ്റർ ടു സ്മോൾ. അത് നമ്മൾ ശരിയായ ഡൈ അല്ല ഉപയോഗിച്ചേക്കണമെങ്കിൽ, ചെറിയ ഡൈ ആണ് ഉപയോഗിച്ചേക്കണമെങ്കിൽ ഡയമീറ്റർ കുറഞ്ഞു വരാം. അടുത്തത് പാരിസന്റെ തിക്നെസ് കൂടിപ്പോകാം, അല്ലെങ്കിൽ പാരിസന്റെ തിക്നെസ് കുറഞ്ഞു വരാം. ഇതിൻ്റെ കാരണം ഡൈയുടെ സെറ്റിങ് ശരിയാവാഞ്ഞിട്ടാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കൺവേർജൻ ടൈപ്പ് ഡൈയും ഡൈവേർജൻ ടൈപ്പ് ഡൈയും ഒക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് അതിലെ മാൻഡലിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഡൈയുടെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. എക്സ്ട്രൂഷൻ ഡൈയുടെ മുകളിൽ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രൂ ഉണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പാരിസന്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരിസൺ ഉള്ളിലേക്ക് വളഞ്ഞു വരും. പാരിസൺ ഉള്ളിലേക്ക് വളഞ്ഞു വരികയാണെങ്കിൽ ഡൈയുടെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടായിരിക്കും ഉള്ളിലേക്ക് വളഞ്ഞു വരിക. ഇനി വേറൊരു പ്രോബ്ലം, പാരിസൺ പുറത്തേക്ക് വളഞ്ഞു വരും. പാരിസൺ പുറത്തേക്ക് വളഞ്ഞു വരികയാണെങ്കിൽ ഡൈയുടെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിട്ടായിരിക്കും പാരിസൺ പുറത്തേക്ക് വളയുന്നത്. ഇനി മറ്റൊന്ന്, നമ്മുടെ പാരിസണിൽ വെൽഡ് ലൈൻസ് കാണാം. അപ്പോൾ ഈ മാൻഡറിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പൈഡർ ടൈപ്പ് ഡൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്പൈഡറിലൂടെ കടന്നു വരുമ്പോൾ ആ പ്ലാസ്റ്റിക് ഫ്ലോ അവിടെ വെച്ച് മുറിയുന്നുണ്ട്. അത് തിരിച്ച് ജോയിൻ്റ് ആവുന്ന ആ ലൈനിനെയാണ് വെൽഡ് ലൈൻ എന്ന് പറയുന്നത്. നന്നായിട്ട് ജോയിൻ്റ് ആവുകയാണെങ്കിൽ വെൽഡ് ലൈൻ കാണില്ല. അപ്പോൾ വെൽഡ് ലൈൻ കാണുകയാണെന്നുണ്ടെങ്കിൽ സ്പൈഡറിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം ആ ഫ്ലോ ശരിക്ക് യോജിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പം ഇതിന് ഡൈയുടെ ലിപ്പിൻ്റെയും സ്പൈഡറിൻ്റെ ഇടയിലുള്ള ബാക്ക് പ്രഷർ കൂട്ടുക, അല്ലെങ്കിൽ ഡൈയുടെ ലെങ്ത്ത് കൂട്ടുക, അങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അടുത്തത് ഡാർക്ക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണ്ടാമിനേഷൻ. ഇത് നമ്മുടെ എക്സ്ട്രൂഡിനകത്ത് ഏതെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ഡീഗ്രേഡ് ചെയ്തിരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടാമിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രൂഡറിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഡെഡ് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ മെറ്റീരിയൽ കെട്ടിക്കിടന്നിട്ട് അത് ഡീഗ്രേഡ് ചെയ്തിട്ട് ഡാർക്ക് പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മുടെ പാരിസണിലേക്ക് വരുന്നതായിരിക്കാം. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാം. ഇനി മോൾഡിങ് ഡസ് നോട്ട് ഫുള്ളി ഇൻഫ്ലേറ്റ്, അതായത് പ്രോഡക്റ്റ് ശരിക്കും വീർക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ എയർ പ്രഷർ പോരാന്നാണ് കാണിക്കുന്നത്. അപ്പോൾ കൂടുതൽ എയർ പ്രഷർ കൊടുക്കുക. അടുത്തത് മോൾഡിങ് സ്റ്റിക്സ് ടു ദ മോൾഡ്, അതായത് നമ്മുടെ പ്രോഡക്റ്റ് മോൾഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക. ഡൈയുടെ ടെമ്പറേച്ചർ കൂടി പോകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡൈയുടെ ടെമ്പറേച്ചർ കുറയ്ക്കുക. അടുത്തത് ക്വാളിറ്റി കൺട്രോൾ ഇൻ എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിങ്. ഒരു എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിങ് കമ്പനിയിൽ ക്വാളിറ്റി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, കണ്ടെയ്നർ വെയിറ്റ്. നമ്മുടെ ബോട്ടിലിൻ്റെ വെയിറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പാരിസൻ്റെ ഒക്കെ വാൾ തിക്നെസ്സിൽ ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വെയിറ്റ് കൂടി പോവുകയാണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് നന്നായിട്ട് കിട്ടും, പക്ഷേ നമ്മുടെ അത്രയും മെറ്റീരിയൽ വെറുതെ വേസ്റ്റായി പോകും. അതുപോലെ വാൾ തിക്നെസ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. പാരിസൻ്റെ തിക്നെസ്സിൽ എന്തെങ്കിലും വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രോഡക്റ്റിലേക്കും ആ വാൾ തിക്നെസ് വേരിയേഷൻ വരും. പിന്നെ അത് നെക്ക് ആൻഡ് ത്രെഡ് ഡയമെൻഷൻസ്, അതിൻ്റെ കുപ്പിയുടെയൊക്കെ കഴുത്തും അതിൻ്റെ ത്രെഡിൽ പിരിയുടെ ഡയമെൻഷനൊക്കെ ചെക്ക് ചെയ്യണം. അതുപോലെ അഡിറ്റീവ്സും കളറിൻ്റെ ഹോമോജിനിറ്റി, എല്ലാ കളർ യൂണിഫോം കളറായിട്ടാണോ വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ വിഷ്വൽ ആയിട്ടുള്ള നമുക്ക് മറ്റ് ഇൻസ്പെക്ഷൻസ്, അതായത് പ്രോഡക്റ്റിൻ്റെ സർഫസ് ഫിനിഷൊക്കെ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ മെഷീൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഒന്ന് എയർ പ്രഷർ, പിന്നെ ക്ലാമ്പ് ചെയ്യണ ഫോഴ്സ്, പിന്നെ എക്സ്ട്രൂഡറിൻ്റെ ടെമ്പറേച്ചർ, ഡൈ ടെമ്പറേച്ചർ, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അടുത്തത് പ്രീ ആൻഡ് പോസ്റ്റ് മോൾഡിങ് ഓപ്പറേഷൻസ്. പ്രീ മോൾഡിങ് ഓപ്പറേഷൻസിൽ നമുക്ക് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഡ്രൈ ചെയ്യേണ്ടി വരും. മോയ്സ്ചർ അബ്സോർപ്ഷൻ ഉണ്ടെങ്കിൽ ആ മോയ്സ്ചർ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് മെറ്റീരിയലിനെ ഒരു ഓവൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പ്രീ ഡ്രയർ ഉപയോഗിച്ചിട്ട് ഡ്രൈ ചെയ്യുന്നു. പിന്നെ മറ്റൊന്ന്, നമുക്ക് പ്ലാസ്റ്റിക് മെറ്റീരിയൽ സാധാരണ കിട്ടുന്നത് വെർജിൻ മെറ്റീരിയൽ, അതായത് വേറെ ഒന്നും മിക്സ് ചെയ്യാത്ത വെർജിൻ മെറ്റീരിയൽ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതിൽ കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ മാസ്റ്റർ ബാച്ച് കിട്ടും. അപ്പോൾ നമ്മൾ 50 കിലോയുടെ വല്ല ബാച്ചായിരിക്കും മിക്സ് ചെയ്യുക. അപ്പോൾ 50 കിലോയിലേക്ക് ചിലപ്പോൾ ഒരു 500 ഗ്രാം കളർ മാസ്റ്റർ ബാച്ച് കൂടി ചേർത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ ആണെങ്കിലാണ് ആ എക്സ്ട്രൂഡിനകത്ത് കയറി ഉരുകി വരുമ്പോൾ ഒറ്റ കളറിൽ പുറത്തേക്ക് വരുള്ളൂ.
അപ്പോൾ ഇത് എല്ലായിടത്തും ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടമ്പിൾ മിക്സർ ഉപയോഗിക്കുന്നു. ഈ കാണുന്നതാണ് ടമ്പിൾ മിക്സർ. ഈ ടമ്പിൾ മിക്സറിനകത്ത് വേറെ ബ്ലേഡോ അജിറ്റേറ്ററോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഈ പ്ലാസ്റ്റിക് മെറ്റീരിയലും അതിനേക്കുള്ള കളർ മാസ്റ്റർ ബാച്ച് കൂടി അതിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് നേരം റൊട്ടേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം അത് മിക്സായിട്ട് എല്ലായിടത്തും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടും. നമുക്ക് പോസ്റ്റ് മോൾഡിങ് ഓപ്പറേഷൻസ് ആയിട്ട് മോൾഡ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പിഞ്ച് ഓഫ് ട്രിം ചെയ്ത് കളയണം. അതുപോലെ നെക്കിൽ, അതായത് കുപ്പിയുടെ കഴുത്തിൽ ആ ത്രെഡിൻ്റെ അവിടെയായിട്ട് കുറച്ച് എക്സസ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും, അത് നമുക്ക് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കളയേണ്ടി വരും. പിന്നെ ഫ്ലാഷ് ഉണ്ടെങ്കിൽ എക്സസ് ഫ്ലാഷ് നമ്മൾ റിമൂവ് ചെയ്യണം. അതുപോലെ നമുക്ക് അടുത്തൊരു പ്രോസസ്സാണ് സ്ക്രീൻ പ്രിൻറ്റിങ്. ഇങ്ങനെയുള്ള ചില ബോട്ടിലുകളുടെയൊക്കെ പുറത്ത് അതിൻ്റെ ലേബലും മറ്റു കാര്യങ്ങളൊക്കെ സ്ക്രീൻ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത്തരം ബോട്ടിലുകൾ നിർമ്മിക്കുന്ന ബ്ലോ മോൾഡിംഗ് കമ്പനിക്കാർ തന്നെയാണ് സ്ക്രീൻ പ്രിന്റിംഗ് വഴി ഈ ലേബലുകൾ പ്രിന്റ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് എക്സ്ട്രൂഷൻ ബ്ലോ മോൾഡിങ്ങിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇഞ്ചക്ഷൻ ബ്ലോ മോൾഡിങ്ങും സ്ട്രെച്ച് ബ്ലോ മോൾഡിങ്ങും പഠിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.